നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചേന വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നല്ല സ്വാദുമാണ്. ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. വേറെ കറിയൊന്നും വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസാണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഞാനപ്പോൾ ഇവിടെ ചേന ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും. അപ്പൊ നമുക്ക് കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. അപ്പൊ ഞാനിവിടെ പാനിലാട്ടോ വേവിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചേന വെന്തിട്ടുണ്ട്. കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉടഞ്ഞു പോയിട്ടില്ല. നമുക്ക് കറക്റ്റ് വേവായിട്ടുണ്ട്. നോക്കി ഉണ്ടോ? അങ്ങനെ നമ്മുടെ ചേന വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണേ, കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മതി. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാള ആണെങ്കിലും മതി. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടെ ചതച്ചതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഗരം മസാല ഒരു 3/4 ടേബിൾ സ്പൂൺ. ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന പൊടികൾ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പൊടികൾ മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് തരാം. നല്ലൊരു ഫ്ലേവർ വരണം പൊടികളുടെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പൊടികൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേന വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് മസാലയിലേക്ക് അല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ചേന ചേർത്ത ശേഷം പതിയെ നമുക്ക് നല്ലപോലെ മസാലയുടെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. വളരെ പതിയെ മിക്സ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേന ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലപോലെ ഒന്ന് നമ്മുടെ മസാല ചേനയിൽ കൂടെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. വളരെ സ്വാദുമാണ്. അപ്പോ ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റും ആണ്. അപ്പൊ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ചേനയിലുള്ള വെള്ളമൊക്കെ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണ്ട് വരണം. അങ്ങനെ നമ്മുടെ ചേന വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നോക്കി, കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ആക്കണ്ട, ഈ ഒരു പരുവത്തിൽ വേണം. ഈ ഒരു പരുവത്തിൽ ചോറിന്റെ കൂടെ കുഴച്ച് തിന്നാനും അതേപോലെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിന്റെ കൂടെ ആണെങ്കിലും വളരെ സ്വാദാണ്. അപ്പൊ എല്ലാരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ കറിക്ക് സ്വാദ് കൂടട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു.